നമ്മളിനിയും പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വർക്ക് അറ്റ് ഹൈറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഈ ടോപ്പിക്കിനെ എടുക്കണം. ധാരാളം ജോലികൾ നമുക്ക് വർക്ക് അറ്റ് ഹൈറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ വർക്ക് അറ്റ് ഹൈറ്റ് എന്ന ഒരു പൊതുവിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് സ്കഫോൾഡും മൊബൈൽ എലിവേറ്റർ വർക്കിംഗ് പ്ലാറ്റ്ഫോമും സിസർ ലിഫ്റ്റ് പോലുള്ളതും ഇനിയും ക്രെയിനകത്ത് മാൻ ബാസ്ക്കറ്റിൽ നിന്ന് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ട വന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും, ഇനിയിപ്പോൾ നമ്മുടെ JCBയുടെ മാൻ ലിഫ്റ്റിനകത്ത് ചെയ്യുവാണെങ്കിലൊക്കെ ഒരു ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഈസി ആവും. നമുക്കത് വായിച്ചാൽ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വായിച്ചാൽ നമുക്ക് എളുപ്പമാവും. ഒരു പൊതുധാരണ വർക്ക് അറ്റ് ഹൈറ്റിനെ കുറിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പം വർക്ക് അറ്റ് ഹൈറ്റിൻ്റെ ടൂൾ ബോക്സ് സ്റ്റോക്കുകൾ നമ്മൾ പലപ്പോഴും റിപ്പീറ്റായിട്ട് കൊടുക്കുന്നതാണ്. HSC മീറ്റിങ്ങിൽ സേഫ്റ്റി മൊമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ വർക്ക് അറ്റ് ഹൈറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് പലരും. എന്ന് വെച്ചാൽ ഈ എക്സ്കവേഷൻ പോലെ, കൺഫൈൻ സ്പേസ് പോലെ, ഈ ട്രെഞ്ച് അങ്ങനെയൊക്കെയുള്ള ചില അസാഡസായിട്ടുള്ള മീൻസ് അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ചില ജോബുകളുടെ കൂട്ടത്തിൽ തന്നെ മുൻഗണനയിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് വർക്ക് അറ്റ് ഹൈറ്റ്. പലപ്പോഴും അശ്രദ്ധകളാണ് ഇതിനകത്തെ മെയിൻ പ്രശ്നം. മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ലീസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. എലിമിനേഷൻ ചെയ്യേണ്ടത് എലിമിനേഷൻ ചെയ്യാതെ, സബ്സ്റ്റിറ്റ്യൂഷനും എഞ്ചിനീയറിംഗ് സൊല്യൂഷനും കൊടുക്കാതെ, കൃത്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലുള്ള സൈൻ ബോർഡുകളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കാതെ, PPs തന്നെ അതിൻ്റെ ചില അഭാവങ്ങൾ, ഇതൊക്കെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ഇതിനകത്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വർക്ക് അറ്റ് ഹൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ വർക്ക് എന്ന രീതിയിൽ നമ്മൾ ഇൻസ്പെക്ഷനുകൾ ചെയ്യണം. ഇനിയും നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ആ കമ്പനി ഏർപ്പെടുത്തിയ അതിൻ്റെ അതോറിറ്റികൾ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്താലും അവിടെ ഒരു പാളിച്ച അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റരുത്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ രീതിയിൽ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. ഓരോ ജോബിനെ എടുക്കണം, ഓരോ ചെറിയ കാര്യത്തെ എടുക്കണം, ഓരോ ചെറിയ കാര്യത്തെ എടുക്കണം, ഓരോ വലിയ കാര്യത്തെ എടുക്കണം. ഒന്നും നിസ്സാരമല്ല. എല്ലായിടത്തും അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഇന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല നാളെ ഒരു വ്യക്തി അതിനകത്തുനിന്ന് ഒരു അൺസേഫ് ആക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു അൺസേഫ് കണ്ടീഷൻ രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പം ലാഡറിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു അവെയർനെസ് ഉണ്ടായിട്ട് നമുക്കതിലേക്ക് പോവുകയാണെങ്കിൽ വളരെ 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 സ്മൂത്തായിട്ട് ആ സബ്ജക്റ്റുകളെ കവർ ചെയ്തു പോകാം. നമ്മൾ കൺസ്ട്രക്ഷനെ കുറിച്ച് പൊതുവായിട്ടൊരു ധാരണ കിട്ടി. അതിൽ വർക്ക് അറ്റ് ഹൈറ്റ് ഇപ്പോൾ ഒന്ന് പഠിച്ചിട്ട് ലാഡറിനെ കുറിച്ചും സ്കഫോൾഡിനെ കുറിച്ചും ഡെമോളിഷനെ കുറിച്ചും എക്സ്കവേഷനെ കുറിച്ചും പഠിച്ച് ആ ലിഫ്റ്റിംഗ് ക്രെയിൻ ഓപ്പറേഷനെ കുറിച്ചും MEPW സിസർ ലിഫ്റ്റ് അങ്ങനെ മാനുവൽ ഹാൻഡ്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെക്കാനിക്കൽ ചില എക്യുപ്മെൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു കോൺഫിഡൻസിലേക്ക് നമ്മൾ പോകും. അപ്പം വിവിധ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക്, അത് ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ, ഏതൊരു കമ്പനികളുടെ കൺസ്ട്രക്ഷൻ്റെ, ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ എവിടെയും നമുക്ക് ഈ വർക്ക് അറ്റ് ഹൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ചില മെയിൻ്റനൻസ് വർക്കുകൾക്ക്, ഡെക്കറേഷൻ വർക്കുകൾക്ക് ഒക്കെ വരാനിടയുണ്ട്. അപ്പം തൊഴിലുടമകൾ
സ്വയം തൊഴിൽ ചെയ്യുന്നവർ, മറ്റുള്ളവരെ ജോലിയെ നിയന്ത്രിക്കുന്നവർ, എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണം. ഫെസിലിറ്റീസ് മാനേജേഴ്സ് ഓർ ബിൽഡിംഗ് ഓണേഴ്സ് ഹു മേക്ക് കോൺട്രാക്ട് others to work at height have responsive safety management. അപ്പം ഈ ഈ ഈ ഈ പ്രൊജക്റ്റ് എടുത്തവർ, കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ, അവരവരുടെ തൊഴിലാളികൾ ഈ വർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള പല ട്യൂബുകളും അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ള സ്കഫോൾഡുകളും അതുപോലെ താൽക്കാലികമായി നിർമ്മിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള ടെമ്പററി പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉയരത്തിൽ സുരക്ഷിതമല്ലാത്തത് മോശമായി അതിൻ്റെ ഡോക്യുമെന്റ്സും റിസ്ക് അസസ്മെന്റും ഒക്കെ ചെയ്തു വെച്ച് കൃത്യമായിട്ടുള്ള അസാഡുകളെയും റിസ്കുകളെയും മനസ്സിലാക്കാതെ അത് അവിടുത്തെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ചാർജ് ഹാൻഡോ അവരൊക്കെ ചെയ്യുന്ന JSA പോലും ചില പാളിച്ചകളൊക്കെ വന്നിട്ടാണ്. ഇതൊക്കെ പലതും ഉണ്ടായിട്ടും അപകടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പല തട്ടിൽ ചെയ്യുന്ന ഡോക്യുമെന്റ്സിനകത്തും പ്രോബ്ലം ഉണ്ടാവുന്നതുകൊണ്ടാണ്. അൺസേഫ് ആൻഡ് ഇൽ പ്രിപ്പയർഡ് വർക്കിംഗ് അറ്റ് ഹൈറ്റ് ഗീവ്സ് റൈസ് ടു എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഫാറ്റൽ ആൻഡ് സീരിയസ് ആക്സിഡന്റ് ഈച്ച് ഇയർ. അവർ ഉയരത്തിൽ സുരക്ഷിതമല്ലാത്ത മോശമായി തയ്യാറാക്കുന്നതുമായ ജോലി ഓരോ വർഷവും മാരകമായ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുന്നു. Serious injuries and worse are common because of the height involved, and people do not consider the risk involved, especially if it is a small or quick job. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ഉയരത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും സെയിം ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും വ്യത്യാസമാണ്. ഉയരം കാരണമാണ് ഗുരുതരമായ പരിക്കുകളിലേക്കും മോശ അവസ്ഥയിലേക്കും പോകുന്നത്. അത് സർവ്വസാധാരണമാണ്. എന്തുകൊണ്ട്? സീരിയസ് ഇഞ്ചറി, മോശ അവസ്ഥ ആർ കോമൺ ബിക്കോസ് ഓഫ് ഹൈറ്റ് ഇൻവോൾവ്ഡ്. അവിടെ ചില എൻജിനീയറിംഗ് കൺട്രോൾ മെഷേഴ്സ് കൊടുക്കാതെ ചില PPEs മാത്രം കൊടുത്തുകൊണ്ട് ഒക്കെ പോകുമ്പോഴാണ്. പലപ്പോഴും കമ്പനികൾ റിസ്കിനെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അത് ചെറിയ ജോലിയാണെന്നും പറഞ്ഞ് അവരതിനെ വിട്ടുകളയുന്നതുകൊണ്ടാണ്. പെട്ടെന്നുള്ള ജോലി ചെയ്ത് ധൃതിക്ക് തീർക്കുന്നതുകൊണ്ടാണ്. ആ പ്രീ വർക്ക് എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ പെർമിറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാതെ, അല്ല പെർമിറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത്, അവർക്കൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പ്രോപ്പർ വർക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാതെ ചെയ്യുമ്പോൾ ആ വർക്ക് പ്ലാറ്റ്ഫോം ഏതായിക്കോട്ടെ, ഞാൻ പറഞ്ഞ മൊബൈൽ എലിവേറ്റർ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ സ്കഫോൾഡ് ഉൾപ്പെടെ അങ്ങനെയുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഇതായാലും, അല്ലെങ്കിൽ അവിടെ ഫിക്സഡ് ആയിട്ട് വെച്ച ഏതൊരു കാര്യവും മനുഷ്യൻ വർക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഇൻസ്പെക്ഷനോ അതിന് ടാഗ് കൃത്യമായി കൊടുക്കാത്തതുകൊണ്ട്, ഇൻസ്പെക്ഷൻ ചെയ്ത് ടാഗ് ഇട്ട് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ടാഗ് ഇടാത്തതുകൊണ്ട്, ഇട്ടത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ശരിയായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ഇടാത്തതുകൊണ്ട് ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ആക്സസ് ആൻഡ് എഗ്രസ്. ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതുമാണ്. ഇവിടെ സ്കഫോൾഡിലൊക്കെ ആണെങ്കിൽ കയറുമ്പോൾ നമ്മൾ ഒരു സ്റ്റെയർ കേസ് പോലത്തുള്ള നമുക്ക് സ്റ്റെപ്പുകൾ കൊടുക്കാം, ലാഡർ കൊടുക്കാം, എന്നിട്ട് അതിന് നല്ല രീതിയിലുള്ള ബാരിക്കേഷൻ ചെയ്യണം.
ടോപ്പ് റെയിലും മിഡ് റെയിലും ഒക്കെ കൊടുത്ത് അതിനൊരു ഗേറ്റ് സ്ഥാപിച്ച് അവിടെ എന്താണ് ടൂൾസുകൾ വീഴാതിരിക്കാൻ വേണ്ടി അവിടെയും കൃത്യമായിട്ട് എന്താണ് ഗാർഡുകളെല്ലാം കൊടുക്കണം. നമ്മൾ ടോ ബോർഡുകൾ വേണം, ഗാർഡ് റെയിൽ കൃത്യമാവണം. അപ്പൊ ആക്സസ് ആൻഡ് എഗ്രസ് ഇതായിരിക്കണം. ലാഡർ ഉണ്ടെങ്കിൽ അത് സെക്യൂർ ചെയ്തിരിക്കണം. മനസ്സിലായി? വർക്കർമാർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റി ഹാർനസ് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സേഫ്റ്റി ഹാർനസ് അതിൽ നമ്മൾ സേഫ്റ്റി വാച്ച് ഇത് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ വരണം. നമ്മൾ ഇപ്പോൾ പെർമിറ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാ പെർമിറ്റിലും നമ്മൾ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചില കമ്പനികൾക്ക് പെർമിറ്റ് നമ്മൾ ഓഡിറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അവിടെ അതുണ്ടോ, അവിടെ ഉപയോഗിക്കുന്ന ടൂൾസുകൾക്ക് പെർമിറ്റ് ഉണ്ടോ, പ്ലാറ്റ്ഫോം ഉണ്ടോ, വർക്ക് സേഫ്റ്റി ഹാർനസ് ഉണ്ടോ, ഗാർഡ് റെയിൽ കൃത്യമായിട്ടുണ്ടോ. അപ്പം ഈ ടാഗുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ട്രിപ്പിംഗ് അസാഡുകൾ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ട്രിപ്പിംഗ് അസാഡുകളുടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഗാർഡ് റെയിൽസ് അറൗണ്ട് ദ പ്ലാറ്റ്ഫോമിന് എല്ലാം ഗാർഡ് റെയിൽസ് ഉണ്ടോ? adequate tool pouches available for person to carry hand tools, ടൂൾ പൗച്ചസ് ഉണ്ടോ? ടൂൾ ടൈ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണ്, ടൂള് സെക്യൂർ ചെയ്തിട്ടുണ്ടോ വൈൽ വർക്കിംഗ് അറ്റ് ഹൈറ്റ് വിത്ത് ദ റിസ്റ്റ് സ്ട്രാപ്പിൽ. ഇതൊക്കെ ഇല്ലെങ്കിൽ കൊണ്ടുവരണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കമ്പനികൾക്കെല്ലാം ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇതെല്ലാം മാറ്റങ്ങൾ വന്നു. എല്ലാ സംവിധാനങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അത് വാങ്ങി വെച്ച് കൃത്യമായി സപ്ലൈ ചെയ്താൽ മതി. ആ ഏരിയ കോറിഡോൺ ചെയ്തിട്ടുണ്ടോ, ബാരിക്കേഷൻ ചെയ്തിട്ടുണ്ടോ? ഈസ് ദ ഏരിയ corridoned off at ground to protect other person from falling object where applicable. ലൈഫ് ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? ലൈഫ് ലൈൻസ് പ്രൊവൈഡ് ടു റിക്വയർ പേഴ്സണൽ ക്ലിപ്പ് ടു സേഫ്റ്റി ഹാർനസ്. അപ്പം ലൈഫ് ലൈനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? മെറ്റീരിയൽസ് ലിഫ്റ്റ് ചെയ്യുന്നതും ലോവർ ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള റോപ്പും ജിൻവീലും വഴിയാണോ? ലിഫ്റ്റിംഗ് ബാഗുകളുണ്ടോ? ഈ വർക്ക് ടൈറ്റിൽ വർക്ക് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? അപ്പം എത്ര കാര്യങ്ങളാണ് ഈ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ വർക്ക് ടൈറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ അവരെ ആ വർക്ക് യഥാർത്ഥത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം. ഇവർക്ക് അതിന് മുമ്പ് നമ്മൾ എന്താണ് ഇവർ ഫിസിക്കലി ഫിറ്റ് ആണോ, മെൻ്റലി സ്റ്റേബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ വർക്ക് ടൈറ്റിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തത്തുള്ളൂ. ഓൺലി വർക്ക്മെൻ ഹു ആർ ഫിസിക്കലി ആൻഡ് മെൻ്റലി സൂട്ടബിൾ ഷുഡ് വർക്ക് അറ്റ് ഹൈറ്റ്. അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമാണ് നമ്മൾ ചെയ്യിപ്പിക്കുക. എന്ന് വെച്ചാൽ നോർമലായി ഒരു സെയിം ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ അല്ല, ഇത് വ്യത്യാസമാണെന്ന കാര്യം ഓരോ ടോപ്പ് ലെവലുള്ളവർ തൊട്ട് ഈ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് വരെ നമുക്ക് അറിവുണ്ടാകണം. കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്താൽ തന്നെ ആ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമുക്ക് കൊണ്ടുവരാം. പ്ലാൻ ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് എ സേഫ്റ്റി ഫീച്ചേഴ്സ് സേഫ് ടു ബിഗിൻ വിത്ത്. പലപ്പോഴും ഗുഡ് ആക്സസുകളും എഗ്രസുകളും കൊണ്ടുവന്നാൽ തന്നെ കാര്യങ്ങൾ ഈസി ആവും. സ്കഫോൾഡിൻ്റെ കാര്യങ്ങളൂടെ ചേർത്ത് ചെയ്യണം. അപ്പം അത് മൊബൈൽ എലിവേറ്റർ വർക്കിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സിസർ ലിഫ്റ്റ് ആകുമ്പോൾ അതിനകത്ത് ചില കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്
ഒരു വർക്കറ്റൈറ്റിൻ്റെ രീതിയല്ല വേറൊരു വർക്കറ്റൈറ്റ് എന്ന് മനസ്സിലാക്കണം. ലാഡറിൽ നിന്ന് ടെമ്പററി ആയിട്ട് ഒരു 30 മിനിറ്റോ അല്ലെ ടെമ്പററി ആയിട്ട് ഷോർട്ട് ഡ്യൂറേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പോലല്ല സ്കഫോൾഡിൽ നിന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എഡ്ജ് പ്രൊട്ടക്ഷനാണ്. ബ്രിഗാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പേ അതിനകത്ത് പറയാൻ വിട്ടുപോയത് ബ്രിഗാർഡുകൾ, ടോപ്പ് ബോർഡും ബ്രിഗാർഡും ടോറയിലും മിഡ് റെയിലും ഉള്ള ഗാർഡ് റെയിൽ സിസ്റ്റവും എഡ്ജ് പ്രൊട്ടക്ഷൻ വിത്ത് ബ്രിഗാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കഫോൾഡിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ. നമുക്ക് വർക്കറ്റൈറ്റിനെ കുറിച്ച് പൊതുവായിട്ട് പറയുവാണെങ്കിൽ അവിടെ സ്കഫോൾഡിനെ കുറിച്ചോ ലാഡറിനെ കുറിച്ചോ ഒന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. എഡ്ജ് പ്രൊട്ടക്ഷൻ വിത്ത് ഗാർഡ്സ് അത് റിക്വയർഡ് ആണെങ്കിൽ ഗാർഡുകൾ കൊടുക്കണം. മസ്റ്റ് ബി എറിക്റ്റഡ് ടു പ്രിവെൻറ്റ് മെറ്റീരിയൽസ് വെൻ ഫാളിങ് ഫ്രം ഹൈറ്റ്. അപ്പം ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഈ കാര്യങ്ങൾ, ഈ ബ്രിക്സുകൾ ആളുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രിക്ക് ഗാർഡുകളൊക്കെ മെയിനായിട്ട് കൊടുക്കുക. താഴെ നിൽക്കുന്ന വർക്കർമാർക്ക് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ അസാഡുകളെ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. കൺട്രോൾ മെഷേഴ്സും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏതൊരു ജോലിക്ക് ഇരിക്കുമ്പോഴും ഇതിന് ഈ കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി ഒരു അറിവ് കിട്ടും. അത് തിരിച്ച് നമുക്ക് ഇതിനിത് വേണ്ട, ഇതിനിത് വേണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഈ വർക്കറ്റൈറ്റ് എന്ന ടോപ്പിക്ക്. ഇനി ഫിക്സിംഗ് നെറ്റുകൾ ഫിക്സ് ചെയ്യുക. സ്കഫോൾഡൊക്കെ ചെയ്യുമ്പോൾ ഫിക്സിംഗ് നെറ്റ് ടു അണ്ടർ ദ പ്ലാറ്റ്ഫോം ഈസ് ആൻ ആൾട്ടർനേറ്റീവ്, ബട്ട് യു ഷുഡ് എയിം ടു സ്റ്റോപ്പ് പീപ്പിൾ ഫാളിംഗ് റാദർ ദാൻ ദ ക്യാച്ച് ദം ഇഫ് ദേ ഡു. വർക്ക് നിയർ ആൻ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ പ്രിക്കോഷൻസ് സച്ചസ് ഹാർനസ് കൊടുക്കണം, ഫുൾ ബോഡി സേഫ്റ്റി ഹാർനസ്. അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫിക്സിംഗ് പോയിന്റുകൾ കൊടുക്കേണ്ടടുത്ത് ഫിക്സിംഗ് പോയിന്റ് കൊടുത്ത് അങ്ങനെ ഉള്ള ഹാർനസ് കൊടുത്ത് നമ്മൾ ചെയ്യിക്കണം. പല ടൈപ്പ് ഹാർനസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. എല്ലാ ഹാർനസുകളും ചെക്ക് ചെയ്യണം. ആൾ ഹാർനസ് മസ്റ്റ് ബി ചെക്ക്ഡ് ബൈ എ ട്രെയിൻഡ് ആൻഡ് കോമ്പിറ്റന്റ് പേഴ്സൺ ബിഫോർ ഇഷ്യൂയിങ്, ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഹാർനസ് ഈസ് ഇഷ്യൂഡ് ഈസ് ട്രെയിൻഡ് ആൻഡ് കോമ്പിറ്റന്റ് ടു യൂസ് ഇറ്റ്. ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷനുകൾ നമ്മൾ വർക്കറ്റൈറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. മാസ് ടി ബി ടിക്ക് ഒരു വിഷയം ചിലപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തും എന്നും പറഞ്ഞ് അവിടെ സ്കഫോൾഡിനെ കുറിച്ചോ ലാഡറിനെ കുറിച്ചോ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കാതിരിക്കത്തില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയണം, മെത്തേഡ് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്ക് ഷീറ്റിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ സൈറ്റിൽ കൊടുക്കുന്ന ഹാൻഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. റിസ്ക് അസസ്മെന്റിൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിക്കോണം. എപ്പോഴും നമ്മൾ അതുകൊണ്ട് പ്രീ വർക്കിലും വർക്കിംഗ് സ്റ്റേജിലും പോസ്റ്റ് വർക്കിലും ഒക്കെ ഏതൊരു ജോലിക്കും പോലെ ഈ ജോലിക്കും വർക്ക് തുടങ്ങുന്നതിന് മുമ്പ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വർക്ക് തീരുമ്പോൾ ഉള്ള 3 സ്റ്റേജിലും വരുന്ന അസാഡുകളുടെ ഒരു ഇതും അതിൻ്റെ റിസ്ക്കും അവിടെയൊക്കെ എടുക്കേണ്ട കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. അപ്പോൾ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്ലൈഡ് കാണിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് മാത്രമല്ല, അവർ ഫിസിക്കലി മെൻ്റലി സൂട്ടബിൾ ആണോ വർക്കിന് അത് നോക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഗുഡ് ആക്സസ് ഇല്ലാത്തടത്ത് പലപ്പോഴും പ്രശ്നം കാണുന്നുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്കഫോൾഡ് ടവർ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം അത് ബെസ്റ്റാണോ മെറ്റീരിയൽ വെക്കാൻ വേണ്ടി എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ലാഡർ ആണെങ്കിൽ മസ്റ്റ് ബി എക്സ്റ്റെൻഡ് 1 മീറ്റർ അബവ് ദ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് ടൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതിന് ടോപ്പും ബോട്ടും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ ഇത് നമ്മൾ എടുത്തെടുത്ത് അതിൻ്റെ വരാൻ സാധ്യതയുള്ള അസാഡുകളും കൺട്രോൾ മെഷേഴ്സും നമ്മൾ നോക്കണം. നിങ്ങൾ സൈറ്റിൽ ചെല്ലുമ്പോൾ ആ വർക്കറ്റൈറ്റ് പെർമിറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കണം. റിസ്ക് അസസ്മെൻ്റ് ഒന്ന് നോക്കണം. നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കണം.
എല്ലാം നോക്കുമ്പോഴാണ് പല പല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്കൊരു ഇൻസ്പെക്ഷൻ നിങ്ങളെ വിടുവാണെങ്കിൽ പോലും പ്രത്യേകമായിട്ടൊരു ഇൻസ്പെക്ഷൻ, ഇവിടെ സേഫ്റ്റി ഓഫീസർമാർ നിൽക്കുന്ന ഒരു ഏരിയയിൽ പോലും നിങ്ങളെ ഒരു ഒരു സൂപ്പർവൈസർ എന്ന രീതിയിൽ നിങ്ങളെ ഇൻസ്പെക്ഷൻ വിടാൻ നിങ്ങൾക്ക് ധാരാളം യെസ് ഓർ നോ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അധികം ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് അവിടുത്തെ അസാഡുകളെ കണ്ടെത്താൻ പറ്റും. അപ്രൂവ് റിസ്ക് അസസ്മെന്റ് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? കോമ്പിറ്റന്റ് പേഴ്സൺ ആണോ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ നിൽക്കുന്നത്? പേഴ്സണലൊക്കെ ട്രെയിൻ കിട്ടിയതാണോ? കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആരെയാണോ അസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഇത് വർക്കറ്റായിട്ട് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന വല്ല ആക്ടിവിറ്റി ആണോ? ഇസ് എ ടാസ്ക് ക്യാൻ ബി ഡൺ വിത്തൗട്ട് വർക്ക് അറ്റ് ഹൈറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഇതിന് വേറെ വല്ല പരിഹാരമുണ്ടോ? ഇപ്പോൾ ആ ആക്സസ് എഗ്രസിലും എങ്ങനെയാണ് കാര്യങ്ങൾ പ്രോപ്പർ വർക്കിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ആ ബിലോ വർക്ക് ഏരിയയിൽ ബാരിക്കേഷൻ ചെയ്തിട്ടുണ്ടോ? കോഷൻ സൈനുകൾ കൊണ്ട് അവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടോ? ടൂൾസുകളും എക്യുപ്മെന്റും വർക്കറ്റായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ടൂൾ ലാനിയാർഡ്, ടൂൾ ടൈ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. ആ ആങ്കറിങ് പോയിന്റുകൾ ഇതുപോലുള്ള ലൈഫ് ലൈനോ അതൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. ആങ്കറിങ് പോയിന്റ് സൂട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റുകൾ തന്നെ അവിടുത്തെ പല ടൈപ്പിലുള്ള അല്ല ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് സ്കഫോൾഡിൻ്റെ അങ്ങനെ പലതിൻ്റെ എടുത്ത് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും. വർക്ക് ഹൈറ്റ് ഒന്നും മാത്രമുള്ളതല്ല, സ്കഫോൾഡിൻ്റെയും ലാഡറിൻ്റെയും MEPW സിസ്റ്ററിൻ്റെയും പ്രത്യേകം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയിന്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ കുറച്ച് ഇൻസ്പെക്ഷനൊക്കെ ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ ഒബ്സർവേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൈറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, എമർജൻസി പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഒരു സ്റ്റാൻഡ് ബൈ പേഴ്സണെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? പ്രിവെന്റ് അൺഓതറൈസ് എൻട്രി ബിലോ ദ വർക്ക് ഏരിയ. എല്ലാ കമ്പനിയിലൊന്നും അതിനുള്ള സാഹചര്യം ഇപ്പം കാണത്തില്ല. എന്നാലും നമ്മൾ സൂപ്പർവൈസർമാരും സേഫ്റ്റിക്കാരും അവർ പലരും ഉണ്ട്. അതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് ഉള്ളിടത്ത് ധാരാളം ഉണ്ട്. പ്രീ സ്റ്റാർട്ടിനുള്ള ചെക്ക് ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? സൂപ്പർവിഷന് സൈൻ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ വർക്കറ്റായിട്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വർക്കറ്റായിട്ട് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗോൾഡൻ റൂൾസ് എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക, റൈറ്റ് എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്യുക, ഫാളിനെ പ്രിവെൻറ്റ് ചെയ്യുക, ഇഞ്ചുറികൾ കുറയ്ക്കുക, കോമ്പിറ്റൻറ്റ് വർക്കർമാരെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ പ്രീ വർക്കും വർക്കിംഗ് സ്റ്റേജിലുള്ളതും പോസ്റ്റ് വർക്കിലുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് മനസ്സിലാക്കിയ ഒരു വ്യക്തികളായിരിക്കണം, കോമ്പിറ്റൻ്റ് വർക്കർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എഞ്ചിനീയറിംഗ് സൊല്യൂഷനൊക്കെ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. PPEs ഉപയോഗിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മെസ്സേജ് എല്ലാം കൊണ്ടുവരണം. ഇനിയൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്ലയോ ഒരു ഗ്ലാസ് ഉടയുന്ന പോലെ തന്നെ അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. ആളുകളുടെ പരിക്കേറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബലഹീനത എപ്പോഴും അവർക്കുണ്ടാവും. എന്തുകൊണ്ട് വർക്കറ്റായിട്ട് ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്? അതുപോലുള്ള ഫാക്ടൽ ആക്സിഡന്റുകൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാഡറിൽ നിന്ന് വീഴുന്ന ധാരാളം കേസുകൾ, ഫ്രജൈൽ റൂഫിൽ നിന്ന് വീഴുന്ന കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്സിഡന്റ് ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ വർക്കറ്റായിട്ട് ഇടുമ്പോൾ ധാരാളം ഫാക്ടൽ ആക്സിഡന്റ് കൺസ്ട്രക്ഷൻ മൂലം ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഫാക്ടലും സീരിയസും മൈനറുമായിട്ടുള്ള ഇഞ്ചറികൾ
ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, റിസ്കിനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ വർക്കറ്റേറ്റയുടെ ലോകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഇതാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടെങ്കിൽ, എല്ലാ വർക്കറ്റേറ്റ് ജോലികളും എല്ലാ ഇൻഡസ്ട്രിയിലും സേഫായിട്ട് ഒരു പരിധി വരെയൊക്കെ പോകും. പ്രിവെൻറ്റ് ഫാൾസ്, റെഡ്യൂസ് ഇഞ്ചറി എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മുദ്രാവാക്യം. നമ്മൾ ഓരോരുത്തരും കോമ്പിറ്റൻ്റ് ആണോ എന്ന് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കുകയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. റൈറ്റ് എക്യുപ്മെൻ്റ് ആണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കുന്നവർക്കും ചെയ്യുന്നവർക്കും നല്ല കാര്യങ്ങൾ വേണം. പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. ഏതൊരു വർക്കറ്റും ചെറുതായിക്കോട്ടെ, അതൊരു പെട്ടെന്ന് ചെയ്യുന്ന ആയിക്കോട്ടെ, ഏതായാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് ലോ ഓഫ് വർക്കറ്റേറ്റ് റെഗുലേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അല്ലെ റെഗുലേഷൻ ഓഫ് ഹയറാർക്കി ഇതിൻ്റെ വർക്കറ്റൈറ്റിൻ്റെ ഒരു ഹയറാർക്കി മനസ്സിലേക്ക് കൊണ്ടുവന്ന്, വർക്കറ്റൈറ്റിൻ്റെ ഹയറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നോർമലായിട്ട് ഹയറാർക്കി പറയുമ്പോൾ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് PPs എന്നുള്ള കാര്യം പറയുന്ന പോലെ ഇതിനകത്ത് എന്താ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? വർക്കറ്റൈറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? അവോയ്ഡ് വർക്കറ്റൈറ്റ് ഇഫ് യു ക്യാൻ. എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് പകര സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? സ്കഫോൾഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മൊബൈൽ സ്കഫോൾഡ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പെട്ടെന്ന് ഇച്ചൂടെ ഒരു ട്യൂബ് ആൻഡ് കപ്പിളറിന് പകരം ഇവിടെ നമ്മൾ ട്യൂബ് ആൻഡ് കപ്പിളറൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡോക്ക സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ പിക്കേഴ്സ് അങ്ങനെ പകരം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കി അവിടെ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ, ഗാർഡ് റെയിൽ സിസ്റ്റങ്ങളും ടോപ്പ് റെയിലും മിഡ് റെയിലും ഒക്കെ ഉള്ള ഗാർഡ് റെയിൽ സിസ്റ്റങ്ങളും ബ്രിക്ക് ഗാർഡുകളും ടോപ്പ് ബോർഡും ഒക്കെ കൊണ്ടുവന്ന് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായി അവിടെ പെർമിറ്റ് ഉൾപ്പെടെയുള്ള TBT ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് PPയും കൊടുത്ത് അപ്ലൈ ഈവൻ ടു സ്മാൾ ഓർ ക്വിക്ക് ജോബ് ആയാലും ഇതെല്ലാം അപ്ലൈ ചെയ്യണം. അപ്ലൈസ് ടു ഈവൻ ടു സ്മാൾ ഓർ ക്വിക്ക് ജോബ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. നത്തിങ്, ഒരു കാര്യം ഡൂയിങ് നത്തിങ് ഈസ് ഡേഞ്ചറസ് ആൻഡ് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ലെന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഈ വർക്കറ്റേറ്റ് സേഫായി നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോട്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വർക്കറ്റേറ്റ് എക്യുപ്മെൻസിനെ കുറിച്ച് പഠിച്ച് സ്കഫോൾഡിലേക്ക് പോകാം.